ഇന്ന് ഞാനൊരു ചൂതാട്ടക്കാരൻ്റെ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് കിഴക്ക് മാറിയിട്ടൊരു നഗരമുണ്ടായിരുന്നു. അവിടെ ചൂതുകളിയിൽ വളരെ സമർത്ഥനായ അവനെ എല്ലാവരും അവൻ്റെ സാമർഥ്യം കൊണ്ട് ചൂതൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവന് വളരെ കുറച്ച് വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവന് ചൂതുകളിയിൽ വളരെ മിടുക്കായിരുന്നു. അത് കാരണം അവനോട് ആരൊക്കെ എതിർക്കുന്നു അവരെ എല്ലാവരെയും അവൻ തോൽപ്പിച്ചു പോന്നു. അങ്ങനെ ഇവനോട് തോൽക്കാൻ മനസ്സില്ലാഞ്ഞിട്ട് ഇവനോട് കൂടെ കളിക്കാൻ ആരുമില്ലാതായി. മറ്റു ജോലിയൊന്നും അവന് വശമില്ല, ചൂതുകളി മാത്രമേ ഉള്ളൂ. ചൂത് കളിക്കുമ്പോൾ വാത് വെച്ച് എന്താണോ കിട്ടുന്നത് അതുകൊണ്ടായിരുന്നു അവൻ ഉപജീവനം കഴിച്ചു പോന്നിരുന്നത്. നാട്ടിൽ ആരെയും കിട്ടിയില്ലെങ്കിൽ വഴിയിൽ കൂടെ പോകുന്ന ആരെയെങ്കിലും വിളിച്ച് അവനെ ചൂത് കളിപ്പിക്കുകയും അവരുടെ കയ്യിൽ അന്നേരം ഉള്ളതെല്ലാം കൈക്കലാക്കി അവരെ പരാജയപ്പെടുത്തി അയക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവനെപ്പറ്റി കേട്ടിട്ട് ഇവനുള്ള വഴി പോലും ആരും പോകാതായി. അവൻ്റെ കൂടെ ആരും കളിക്കാനില്ലാതായി. അവനാകെപ്പാടെ വിഷമത്തിലായി. ജീവിതം വലിയ ബുദ്ധിമുട്ടിലായി. ചൂത് കളിച്ച് ആരെയെങ്കിലും തോൽപ്പിക്കാതെ ജീവിക്കാൻ പറ്റില്ലെന്നായി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കളിക്കാൻ ആരെയും കിട്ടാഞ്ഞിട്ട് ഇവന് അവിടെയുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് ചെന്നു. അപ്പോൾ ഇവൻ വരുന്ന ദൂരെ നിന്നേ ഇവിടുത്തെ പൂജാരി കണ്ടു. പൂജാരിക്ക് പേടിയായി. അവനെ കണ്ടാൽ അവൻ തന്നോട് കളിക്കാൻ പറയും. കളിച്ചിട്ട് തോൽപ്പിച്ച് കയ്യിലുള്ളതെല്ലാം പിടിച്ചെടുക്കും. അതുകൊണ്ട് ഈ പൂജാരി ഓടി ശിവക്ഷേത്രത്തിനകത്ത് കയറി ഈ വിഗ്രഹത്തിൻ്റെ പുറകിൽ പോയി പാത്തിരുന്നു. ഈ ചൂതനാണെങ്കിൽ അവിടെ ചെന്ന് ചുറ്റുപാടും നോക്കി ആരെ കിട്ടും ഒന്ന് കളിക്കാൻ. പക്ഷെ ആരെയും കണ്ടില്ല. പൂജാരിയെ പോലും അവിടെ കണ്ടില്ല. അപ്പോൾ ആ ബിംബത്തിലേക്ക് നോക്കി, ശിവഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, ഇന്ന് ആരുമില്ല. ഇന്ന് ആരെങ്കിലും കൂടെ കളിച്ചവരെ തോൽപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ഗതി പട്ടിണിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് കളിക്കാൻ പോവാണ്. എനിക്കിന്ന് പട്ടിണി വ്രതം ആചരിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. എന്നിട്ട് അയാൾ തൻ്റെ ചൂത് പടം നിവർത്തി അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി. ഭഗവാന്റെ കളിയും അവൻ്റെ കളി അവൻ തന്നെയാണ് കളിക്കുന്നത്. ആദ്യം അവൻ തൻ്റെ വശത്തിരുന്ന് സ്വന്തം കരുക്കൾ നീക്കും. എന്നിട്ട് മറുവശത്ത് പോയിരുന്ന് ഭഗവാന്റെ കരുക്കൾ നീക്കും. അങ്ങനെ കളിച്ച് ഭഗവാൻ തോറ്റു. അപ്പോൾ അവൻ ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് തോറ്റിരിക്കുന്നു. അപ്പോൾ എനിക്ക് വിശപ്പടക്കാൻ അങ്ങ് എന്തെങ്കിലും തന്നേ തീരൂ. ഇല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന അമ്മനെ ഞാൻ എടുത്തുകൊണ്ട് പോകും. ഈ അമ്മൻ എന്ന് പറഞ്ഞത് ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനകത്ത് വിഗ്രഹത്തിനടുത്തായിട്ട് ഒരു ദേവിയുടെ ചെറിയ വിഗ്രഹമുണ്ടായിരുന്നു. അതാണ്. എന്നിട്ട് ഇയാൾ ഈ ക്ഷേത്രത്തിനകത്ത് കയറി ഈ ചെറിയ വിഗ്രഹം കയ്യിലെടുത്തു. അയാളത് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ക്ഷേത്രത്തിനകത്തു നിന്നൊരു അശരീരി കേട്ടു. നീ ഒരു സ്ത്രീയെയല്ലേ ആഗ്രഹിച്ചത്? അതുകൊണ്ട് നിൻ്റെ ദാരിദ്ര്യ ശാന്തിക്ക് ഞാനൊരു സ്ത്രീയെ തന്നെ നൽകിയേക്കാം. നാളെ നീ ഇവിടെ വന്നാൽ മതി. അങ്ങനെ ആ ചൂതൻ അന്ന് തിരിച്ചുപോയി. പിറ്റേന്ന് അതേ സമയത്ത് അയാൾ ഈ ക്ഷേത്രത്തിൽ ചെന്നു. അപ്പോൾ വളരെ സൗന്ദര്യമുള്ള ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടു, നീ ഇന്ന് ഇവളെയും കൊണ്ട് പൊയ്ക്കൊള്ളൂ. നിൻ്റെ ദുഃഖം ഇന്നോട് അവസാനിച്ചിരിക്കുന്നു. അത് ഒരു അപ്സര സ്ത്രീയായിരുന്നു. ഈ സ്ത്രീയുമായിട്ട് ഇവൻ സ്വന്തം വീട്ടിലേക്ക് പുറപ്പെട്ടു. അവൻ്റെ വീട് വളരെ ചെറിയ വീടായിരുന്നു. ആ വീടിനുള്ളിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ താമസിപ്പിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വളരെ വിഷമിച്ചാണ് വീട്ടിലേക്ക് പോയത്. കൂടെ ഉണ്ടായിരുന്ന ഈ സ്ത്രീ ഒരു പരാതിയും പറയാതെ അയാളുടെ കൂടെ ചെന്നു. അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ വീടിനുള്ളിലേക്ക് കുനിഞ്ഞു കയറണമായിരുന്നു. ഈ അപ്സരസ് പുറത്ത് നിന്നു. എന്നിട്ട് ഒന്ന് ആഗ്രഹിച്ചതും അവിടെ ആ പഴയ വീട് നിന്നിരുന്ന സ്ഥാനത്ത് ഒരു വലിയ രമ്യഹർമ്മ്യമുണ്ടായി. വലിയൊരു വീട്. അതിനുള്ളിലേക്ക് അപ്സരസ് അയാളെയും കൊണ്ട് കടന്നു ചെന്നു. താമസിക്കാതെ താൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന ഈ അപ്സര സ്ത്രീയെ ഈ ചൂതൻ വിവാഹം കഴിച്ചു. ഇയാൾ നേരത്തെ ഒന്ന് വിവാഹം കഴിച്ചതായിരുന്നു. ആ ഭാര്യയുടെ പേര് സുശീല എന്നായിരുന്നു. സുശീലയ്ക്ക് തൻ്റെ ഭർത്താവ് ഒരു അപ്സര സ്ത്രീയെ കൊണ്ട് വന്നതിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പഴയ കാലത്ത് ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് സാധാരണയായിരുന്നു പുരുഷന്മാർ. അവർ സപത്നി വ്രതം വളരെ സന്തോഷത്തോടെ ആചരിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയെ യാതൊരു കാരണവശാലും വിഷമിപ്പിക്കാതെ അവർ പ്രത്യേകം കരുതിപ്പോന്നു. ഈ സുശീല വളരെ നല്ലവളായ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ഈ അപ്സരസിനോട് പ്രത്യേകിച്ച് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. അപ്സരസിന് തിരിച്ചും സുശീലയോട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. അവർ വളരെയധികം സൗഹൃദത്തോടെ സ്നേഹത്തോടെ ചൂതനോടൊപ്പം കഴിഞ്ഞു പോന്നു. അപ്സരസ് ആഗ്രഹിക്കുന്നതെന്തും അയാൾക്ക് നേടിക്കൊടുത്തു. അയാൾ അങ്ങനെ വളരെ ധനവാനായിട്ട് വളരെ സൗഭാഗ്യവാനായിട്ട് ജീവിച്ചു തുടങ്ങി. പക്ഷേ ഒരു കാര്യമുള്ളത്, 8 ദിവസം കൂടുമ്പോൾ ഈ അപ്സരസിന് ഇന്ദ്രൻ്റെ സഭയിലേക്ക് നൃത്തം ചെയ്യാൻ പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ 8 ദിവസം കൂടുമ്പോഴൊക്കെ ഈ അപ്സരസ് സ്വർഗത്തിലേക്ക് യാത്രയാവും. നൃത്തം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. സാധാരണ ഭർത്താവിനോട് യാത്ര ചോദിച്ചിട്ടാണ് ഈ ഭാര്യമാർ എന്നൊക്കെ എവിടെയെങ്കിലും പോവുക.
അങ്ങനെ ചെന്ന് യാത്ര ചോദിച്ചപ്പോൾ ഈ ചൂതൻ പോകാൻ അനുവദിച്ചില്ല. പോകണ്ട എന്നും പറഞ്ഞില്ല, പോകാനും പറഞ്ഞില്ല. അയാളൊന്നും മിണ്ടാതിരുന്നു. അതോടെ ഈ അപ്സരസിനാകെ ബുദ്ധിമുട്ടായി. എന്താണ് അയാളുടെ മനസ്സിൽ എന്നറിയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അയാളെ കൂടി തൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ അവർ നിർബന്ധിതയായി. അവർ അയാളെ ഒരു മാലയാക്കി മാറ്റി തൻ്റെ കഴുത്തിൽ ധരിച്ചുകൊണ്ട് സ്വർഗ്ഗലോകത്തേക്ക് പോയി. സ്വർഗ്ഗലോകത്ത് ചെന്ന ഉടനെ അവർക്ക് വേഷം മാറേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ മാല ഊരി അയാളെ ഒരു മനുഷ്യനാക്കി മാറ്റി ആരും കാണാത്തൊരു സ്ഥലത്തിരുത്തിയിട്ട് അവർ നൃത്തം ചെയ്യാൻ പോയി. ഈ ചൂതനാണെങ്കിൽ അവർ പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് ദേവസദസ്സിൽ നൃത്തം കാണണം എന്ന് വലിയ ആഗ്രഹം തോന്നി. അങ്ങനെ അയാൾ അവിടെ നിന്നിറങ്ങി മറ്റൊരു സ്ഥലത്ത് പോയിരുന്ന് ഈ നൃത്തം മുഴുവൻ കണ്ടു. ഈ നൃത്തം കണ്ടപ്പോഴാണ് ഈ സ്വർഗ്ഗലോകത്തെ മറ്റുള്ള ആൾക്കാരെല്ലാം അയാൾ കാണുന്നത്. സ്വർഗ്ഗലോകത്തുള്ള കിന്നരന്മാരെയും അപ്സരസുകളെയും ഗന്ധർവന്മാരെയും ഒക്കെ അയാൾ വിശദമായിട്ട് കണ്ടു. അയാളുടെ ഭാര്യയ്ക്ക് നൃത്തമധ്യേ ഒരു ക്ഷീണമുണ്ടായി. അവർ താഴെ വീഴുകയും കിന്നരന്മാരും ഗന്ധർവന്മാരും വന്ന് അവരെ പരിചരിച്ച് ക്ഷീണം മാറ്റുന്നതും അയാൾ കണ്ടു. നൃത്തമൊക്കെ കഴിഞ്ഞിട്ട് അയാളുടെ ഭാര്യ അയാളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അയാളെ വീണ്ടും ഒരു മാലയാക്കി മാറ്റി കഴുത്തിലിട്ട് വീണ്ടും സ്വർഗത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നു. അയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. അതിൻ്റെ അടുത്ത ദിവസം ഇയാൾ വെറുതെ ഒന്ന് നടക്കാൻ പോയ സമയത്ത് തൊട്ടടുത്തുള്ള ഒരു നദിയിൽ സ്വർഗ്ഗലോകത്ത് നിന്ന് വന്ന കിന്നരന്മാരെ കുളിക്കുന്നത് കണ്ടു. ഈ കിന്നരന്മാരെ തലേന്ന് ഇന്ദ്രസഭയിൽ വെച്ച് ഇയാൾ കണ്ടിട്ടുണ്ടായിരുന്നതിനാൽ ഇവർ സ്വർഗ്ഗലോകത്ത് നിന്ന് വന്നവരാണെന്ന് മനസ്സിലായി. അവരുടെ അടുത്തൂടെ ഇയാൾ വലിയ ഗമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കാരണം അവർ തലേന്ന് പരിചരിച്ച അപ്സരസിൻ്റെ ഭർത്താവാണ് താൻ. അവരെ പരിചരിക്കണമെങ്കിൽ ഇവരെക്കാളും ഉയർന്ന നിലയിലായിരിക്കുമല്ലോ തൻ്റെ ഭാര്യ. അപ്പോൾ ആ ഭാര്യയുടെ ഭർത്താവായ തന്നോട് ഇവർ ബഹുമാനം കാണിക്കേണ്ടതല്ലേ. ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് ഇയാൾ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും കിന്നരന്മാർ അയാളെ നോക്കിയത് പോലുമില്ല. അവരയാൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ എന്ന കാര്യം അയാൾ ഓർത്തില്ല. അയാൾ അവരോട് വഴക്കിടാൻ തുടങ്ങി. നിങ്ങളുടെ രാജ്യത്ത് നിന്ന് വന്ന അപ്സരസിൻ്റെ ഭർത്താവായ എന്നോട് നിങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് പെരുമാറുന്നത്? നിങ്ങൾ എന്നോട് കുറച്ചുകൂടി ബഹുമാനം കാണിക്കേണ്ടതല്ലേ എന്നൊക്കെ അയാൾ ചോദിച്ചു. കിന്നരന്മാർക്ക് ദേഷ്യം വന്നു. കിന്നരന്മാരുടൻ തന്നെ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ഇയാൾ ഇക്കാര്യം തിരികെ ചെന്ന് തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഈ അപ്സരസ് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വലിയ അബദ്ധമായിപ്പോയി. അവർ അക്കാര്യം ചെന്ന് ഇന്ദ്രനോട് പറയും. ഇന്ദ്രന് എന്നെ ശപിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ കിന്നരന്മാരോട് അപമര്യാദയായിട്ട് പെരുമാറിയത് എന്ന് ഇന്ദ്രൻ വിചാരിക്കും. നിങ്ങൾ അവിടെ വന്ന് നൃത്തം കാണുകയും കിന്നരന്മാരെ കാണുകയും ഒന്നും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞതുപോലുമില്ലല്ലോ. അപ്പോഴാണ് ചൂതന് തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പറ്റിയത് പറ്റി. എന്തായാലും അടുത്ത 8 ദിവസങ്ങൾക്ക് ശേഷം അപ്സരസ് സ്വർഗ്ഗലോകത്ത് ചെന്നപ്പോഴേക്കും ദേവേന്ദ്രനാകെ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ദേവേന്ദ്രൻ പറഞ്ഞു, നീ അഹങ്കാരം കാണിച്ചു. നീ നിൻ്റെ ഭർത്താവിനോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ നീ അവനെ ഇവിടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അയാളെ കിന്നരന്മാരെ കണ്ട് മനസ്സിലാക്കുകയും അവരോട് അപമര്യാദയായിട്ട് പെരുമാറുകയും ചെയ്യുകയില്ലായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് നിന്നെ ഞാനൊരു പിശാചാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോഴേക്കും ഈ അപ്സര സ്ത്രീയെ ഓടിച്ചെന്ന് ഇന്ദ്രൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അദ്ദേഹം അറിയാതെ ചെയ്തു പോയതാണ്. അദ്ദേഹം ഒരു കേവലം മനുഷ്യനാണ്, അറിവില്ലായ്മയുണ്ട്. ദേവന്മാരുടെ അറിവ് അദ്ദേഹത്തിനില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എന്തായാലും ഞാൻ ശപിച്ചു പോയല്ലോ, അതുകൊണ്ട് ആ ശാപം ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ നിനക്കൊരു ശാപമോക്ഷം തരാം. ഇന്നു മുതൽ 1 വർഷക്കാലത്തേക്ക് നീ ഒരു പിശാചിനിയായിരിക്കും. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ട് എപ്പോഴാണോ ഈ ചൂതൻ നിന്നെ വന്ന് കണ്ടുപിടിക്കുന്നത്, അപ്പോൾ നിൻ്റെ ശാപം മാറിയിട്ട് നീ പഴയതുപോലെ ഒരു അപ്സര സ്ത്രീയായിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയത്തിനകം താനൊരു പിശാചായിട്ട് മാറും എന്ന് ഈ അപ്സരസൻ മനസ്സിലായി. അവരുടൻ തന്നെ തൻ്റെ ഭർത്താവായ ഈ ചൂതൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്, ഞാൻ ഉടൻ തന്നെ ഒരു പിശാചായിട്ട് മാറും. ഞാൻ എന്നിട്ട് കാശി രാജാവിൻ്റെ മകളെ പോയി ബാധിക്കും, അവരുടെ ദേഹത്ത് പോയി കയറും. അങ്ങനെ ഈ മകൾ ഒരു ഭ്രാന്തിയായിട്ട് തീരും. 1 വർഷത്തിന് ശേഷം അവളെ വന്ന് കണ്ട് അവളെ സുഖപ്പെടുത്തിയിട്ട് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ ഒരു പിശാചായിട്ട് മാറി അവിടെ നിന്ന് പറന്നുപോയി. താൻ ചെയ്ത അബദ്ധം കാരണം തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പറ്റിയതിൽ ചൂതന് വലിയ വിഷമമായിപ്പോയി. പക്ഷേ എന്ത് ചെയ്യാൻ, അബദ്ധം പറ്റിപ്പോയില്ല. എന്തായാലും ഈ പിശാച് അങ്ങനെ ഈ കാശി രാജാവിൻ്റെ മകളുടെ ദേഹത്ത് ചെന്ന് കയറി. അതോടെ ഈ പെൺകുട്ടി ആകപ്പാടെ ബഹളം വെക്കാൻ തുടങ്ങി. ആരെ കണ്ടാലും ഉപദ്രവിക്കും. അവൾ എപ്പോഴും ഒരു പാറ എടുത്തുകൊണ്ട് നടക്കുന്ന ആ പാറ അവളെ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് എറിയുകയും അവരെ അതുകൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവസാനം രാജാവിൻ്റെ മകളെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ഒരുപാട് വൈദ്യന്മാരൊക്കെ വന്ന് ചികിത്സിച്ചിട്ടും ഈ പെൺകുട്ടിയുടെ രോഗം മാറിയില്ല. കുറേ കാലം കഴിഞ്ഞതോടെ ഈ മാറ്റി പാർപ്പിച്ച സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവളെ ഒരു കാട്ടിലൊരു ഗുഹയിൽ കയറി ഇരിപ്പായി. അവിടെ 1 വർഷം
അവൾ അങ്ങനെ കഴിഞ്ഞു. ഒരു വർഷം തീരാറാകുന്ന സമയത്ത് ചൂതൻ ഓർത്തു തൻ്റെ ഭാര്യയെ പോയി കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ അയാൾ ഈ കാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഭ്രാന്താണെന്ന് തനിക്ക് അറിയാമെന്നും ആ ഭ്രാന്ത് താൻ ചികിത്സിച്ച് മാറ്റിക്കൊള്ളാമെന്നും പറഞ്ഞു. താനൊരു വലിയ വൈദ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ചെന്നത്. കാശി രാജാവ് വളരെ സന്തോഷത്തോടെ ചൂതനെ ഈ ചികിത്സയ്ക്ക് അനുവദിച്ചു. ചൂതൻ ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് കാട്ടിൽ പോയി ആ ഗുഹയിൽ ചെന്നു. അവനെ കണ്ടപ്പോഴത്തേക്കും അവളൊരു വലിയ പാറ എടുത്തുകൊണ്ട് ഓടി വന്നെങ്കിലും അടുത്ത് വന്ന് അവൻ്റെ മുഖം കണ്ടതോടെ അവളുടെ അസുഖമൊക്കെ മാറി. ആ പെൺകുട്ടിയിൽ നിന്ന് പിശാചായി മാറി ഈ അപ്സരസ് വേർപെട്ട് മാറി. അതോടെ അവളുടെ ഭ്രാന്ത് മാറി. അങ്ങനെ ഈ രാജകുമാരിയെ വിളിച്ചുകൊണ്ട് ഈ ചൂതൻ കാശി രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ കാശി രാജാവിന് വലിയ സന്തോഷമായിപ്പോയി. തൻ്റെ മകളെ രക്ഷപ്പെടുത്തിയല്ലോ. ഒരു വർഷമായിട്ട് അവൾ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നില്ലേ. എല്ലാവരും ഈ രോഗം മാറ്റിയ വൈദ്യനെ പുകഴ്ത്തി. അവന് ഒരുപാട് ധനവും ഒരുപാട് സമ്മാനങ്ങളും രാജാവ് കൊടുത്തു. രാജ്യത്തിൻ്റെ കുറേ ഭാഗവും വിട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് മാത്രമല്ല, നീ ഒരു കാര്യം കൂടി ചെയ്യണം. എൻ്റെ മകൾക്ക് നിന്നെപ്പോലെ നല്ലൊരു വരനെ ഇനി കിട്ടാനില്ല, അതുകൊണ്ട് അവളെ വിവാഹം കൂടി കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാശി രാജാവിൻ്റെ മകളെ കൂടി ഈ ചൂതൻ വിവാഹം കഴിച്ചു. അങ്ങനെ അവന് 3 ഭാര്യമാരായി. അങ്ങനെ തൻ്റെ ഭാര്യയായ അപ്സരസിനെയും ഈ കാശി രാജാവിൻ്റെ മകളെയും കൊണ്ട് ഇവൻ തൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവനെയും കാത്ത് അവൻ്റെ ആദ്യ ഭാര്യയായ സുശീല ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ 3 ഭാര്യമാരോടും കൂടി അവൻ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. പിന്നെയും ഓരോ 8 ദിവസം കഴിയുമ്പോഴും ഈ അപ്സരസ് ഇന്ദ്രസഭയിൽ നൃത്തം ചെയ്യാൻ പോകും. അപ്പോൾ ഇന്ദ്രൻ അവളോട് ഈ ചൂതൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെ ഇരിക്കുന്നു, അവൻ സുഖമായിട്ടിരിക്കുന്നു, ഇപ്പോഴും അവൻ അഹങ്കാരമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഈ അപ്സരസ് ആണെങ്കിൽ ഈ ചൂതനെ പറ്റി ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഇന്ദ്രനോട് പറഞ്ഞു കൊടുത്തു. അവനെപ്പോലെ മഹാനൊരാളില്ല, അവൻ വളരെ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ചൂതനെ ഒന്ന് കാണണം എന്ന് ഇന്ദ്രന് ആഗ്രഹം തോന്നി. ഇന്ദ്രനോട് തന്നെ യമരാജാവിനെ വിളിച്ച് വരുത്തിയിട്ട് ഈ ചൂതനെ പോയെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. യമരാജാവ് വന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. യമരാജാവാണെങ്കിൽ നേരിട്ട് പോകാതെ തൻ്റെ ചില ഭടന്മാരെയാണ് ഈ ചൂതനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയച്ചത്. അങ്ങനെ യമരാജാവിൻ്റെ ദൂതന്മാർ ചൂതനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചൂതൻ്റെ വീട്ടിലെത്തി. പക്ഷേ അവർക്ക് എന്ത് ചെയ്തിട്ടും ചൂതൻ്റെ വീട്ടിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം ചൂതൻ്റെ ആദ്യ ഭാര്യയായ സുശീല വളരെയധികം ഭക്തിയുള്ളൊരു സ്ത്രീയായിരുന്നു. അവർക്ക് തൻ്റെ ഭർത്താവിനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. അവരുടെ ഭക്തി കാരണം യമദൂതന്മാർക്ക് ആ വീടിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റിയില്ല. അവസാനം ഈ യമകിങ്കരന്മാർ വിഷം വെച്ച് യമൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു ചെന്നു. അപ്പോൾ യമൻ അവരോട് വീണ്ടും ഒന്നുകൂടെ പോയി അകത്ത് കയറാതെ പുറത്ത് നിന്ന് ആരോടെങ്കിലും പറഞ്ഞയച്ചിട്ട് ഈ ചൂതനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വീണ്ടും യമകിങ്കരന്മാർ ചൂതൻ്റെ വീടിനടുത്തെത്തി. ചൂതൻ താമസിക്കുന്നൊരു വലിയ കൊട്ടാരത്തിലായിരുന്നു. ആ കൊട്ടാരത്തിന് വലിയൊരു മതിലുണ്ട്. ആ മതിലിന് പുറത്ത് കുറേ കാവൽ ഭടന്മാരുണ്ടായിരുന്നു. അവസാനം യമകിങ്കരന്മാർ ഈ കാവൽ ഭടന്മാരോട് അകത്ത് ചെന്ന് ഈ ചൂതനെ ഒന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ചൂതൻ്റെ കാവൽ ഭടന്മാർ അയാളുടെ കൊട്ടാരത്തിനകത്ത് ചെന്നിട്ട് ചൂതനെ കണ്ട് കുറച്ച് ആൾക്കാർ ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചൂതൻ ചോദിച്ചു അത് ആരാണെന്ന് പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ചൂതൻ്റെ ഭടന്മാർ വീണ്ടും പുറത്ത് വന്ന് യമകിങ്കരന്മാരോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ യമൻ്റെ ദൂതന്മാരാണെന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. ചൂതൻ്റെ ഭടന്മാർ അയാളുടെ അടുത്ത് ചെന്നിട്ട് പുറത്ത് നിൽക്കുന്നത് യമകിങ്കരന്മാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചൂതൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെന്ന് ആ വന്നിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ പഴയ യമൻ്റെ കിങ്കരന്മാരാണോ അതോ പുതിയ യമൻ്റെ കിങ്കരന്മാരാണോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ ഭടന്മാർ പുറത്ത് ചെന്നിട്ട് യമകിങ്കരന്മാരോട് ചോദിച്ചു നിങ്ങൾ പഴയ യമൻ്റെ കിങ്കരന്മാരാണോ അതോ പുതിയ യമൻ്റെ കിങ്കരന്മാരാണോ? ഇത് കിങ്കരന്മാർക്ക് അറിഞ്ഞുകൂടാ. തങ്ങളുടെ യജമാനൻ പഴയ യമനാണോ പുതിയ യമനാണോ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പഴയ യമൻ പുതിയ യമൻ ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ തിരിച്ച് വീണ്ടും യമരാജാവിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞു അങ്ങ് പഴയ യമനാണോ പുതിയ യമനാണോ എന്ന് അറിഞ്ഞിട്ട് വരാൻ ഈ ചൂതൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ താൻ ഒരു യമൻ ഉണ്ടെന്നറിയാമെന്നല്ലാതെ താൻ പഴയതാണോ പുതിയതാണോ തനിക്ക് മുമ്പൊരു യമൻ ഉണ്ടായിരുന്നോ എന്നൊന്നും യമരാജാവിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇത് ചെന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് ഈ വിവരം വിഷ്ണുവിനെ അറിയിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടി കൈലാസത്തിൽ ചെന്ന് പരമശിവനോട് ചോദിച്ചു ഈ പഴയ യമനും പുതിയ യമനും ഒക്കെ ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുതിയ യമൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന ജീവജാലങ്ങളെ മരണത്തിന് അടിമയാക്കുന്ന യമനെ പറ്റിയാണ്. പഴയ യമൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ചെയ്യുന്ന വലിയ ശക്തിയെപ്പറ്റിയാണ്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഇത്ര വലിയ കാര്യങ്ങളൊക്കെ യുക്തിപൂർവ്വം ചോദിക്കണമെങ്കിൽ
ഈ ചൂതൻ നിസ്സാരക്കാരനല്ലല്ലോ, ഇയാൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നല്ലേ ഉള്ളൂ, അയാൾക്ക് നല്ല അറിവുണ്ട്, അയാൾക്ക് ഒരുപാട് ജ്ഞാനമുണ്ട്, അതുകൊണ്ട് അയാളെ ഒന്ന് കണ്ടേ പറ്റൂ. പോയി ഇന്ദ്രനും യമനും ഇയാളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അവസാനം യമൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. യമൻ അങ്ങനെ ചൂതൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. പുതിയ യമനാ വന്നിരിക്കുന്നതെന്ന് ചെന്ന് പറയാൻ കാവൽ ഭടന്മാരോട് പറഞ്ഞു. അവർ ചെന്ന് ചൂതനോട് പറഞ്ഞു, പുറത്ത് വന്ന് നിൽക്കുന്ന ഇപ്പോൾ കിങ്കരന്മാരല്ല, യമൻ തന്നെയാണ്, അദ്ദേഹം പുതിയ യമനാണ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ചൂതൻ തൻ്റെ മൂത്ത ഭാര്യയായ സുശീലയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ടുപോകാൻ യമൻ വന്ന് പുറത്ത് നിൽപ്പുണ്ട്. യമൻ വന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ ഞാൻ മരിച്ചുപോയി എന്ന് നീ കരുതരുത്. എൻ്റെ ശരീരം നശിപ്പിക്കാതെ എണ്ണത്തോണിയിലിട്ട് നീയെ സൂക്ഷിച്ചു വെച്ചുകൊള്ളണം. ഞാൻ എങ്ങനെയും തിരിച്ചു വന്നോളാം. ഇതും പറഞ്ഞിട്ട് തൻ്റെ ശരീരം ഉപേക്ഷിച്ച് യമനോടൊപ്പം ഈ ചൂതൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ഈ യമനാണെങ്കിൽ ഈ ചൂതൻ്റെ വീടും ഐശ്വര്യവും അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയും ഒക്കെ കണ്ടിട്ട് അവനോട് വലിയ അസൂയ തോന്നിയതുകൊണ്ട് വഴിയിലൊക്കെ വെച്ച് അവനെ ഉപദ്രവിച്ചു. പല ആത്മാക്കളെ കൊണ്ടും അവനെ ഉപദ്രവിപ്പിച്ചു. അപ്പോൾ ചൂതൻ ഇതെല്ലാം മനസ്സിൽ വെച്ചിരുന്നു, എങ്ങനെയെങ്കിലും യമനോട് ഈ ഉപദ്രവത്തിനൊക്കെ പകരം ചോദിക്കണം എന്ന വിചാരത്തോടെയാണ് ചൂതൻ്റെ ആത്മാവ് യമൻ്റെ ഒപ്പം ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ കൈലാസത്തിൽ എത്തിച്ചേർന്ന് പരമശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും ഒക്കെ വന്ദിച്ചു. എല്ലാ ദേവന്മാരും ചൂതനെ കാണാൻ വന്നു. ഇത്ര വലിയ വീരനല്ലേ, ഒന്ന് കാണേണ്ടതല്ലേ. അപ്പോൾ പരമശിവൻ ചിത്രഗുപ്തനോട്, ഇവൻ പാപിയാണോ സുഹൃതിയാണോ എന്ന് ചോദിച്ചു. യമൻ്റെ കണക്കെഴുതുന്ന ആളാണ് ചിത്രഗുപ്തൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അഗ്രസന്ധാനി എന്നു പേരുള്ളൊരു പുസ്തകം ഇരിപ്പുണ്ട്. ആ പുസ്തകത്തിലാണ് പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയൊക്കെ കണക്കെഴുതി വെക്കുന്നത്. ആ പുസ്തകം തുറന്നു നോക്കിയിട്ട് ചിത്രഗുപ്തൻ പറഞ്ഞു, ഇവനെ ഒന്നാം തരം ഒരു പാപിയാണ്. ഇത് കേട്ട ചൂതൻ്റെ ആത്മാവ് ഉടൻ തന്നെ ചിത്രഗുപ്തൻ്റെ തലയ്ക്ക് നല്ലൊരു അടി കൊടുത്തു. അടിയേറ്റ ചിത്രഗുപ്തൻ തല കറങ്ങി വീണുപോയി. ഉടൻ പരമശിവൻ ചോദിച്ചു, നീ എന്തിനാ അവനെ അടിച്ചത്? അപ്പോൾ ചൂതൻ പറഞ്ഞു, ഇവൻ പറയുന്നു ഞാനൊരു മഹാപാപിയാണെന്ന്. ത്രിമൂർത്തികളെ നേരിട്ട് കണ്ട് വന്ദിക്കാൻ സുഹൃതമുണ്ടായ ഞാൻ പാപിയാണെന്ന് ആര് പറയും? പാപിയാണെങ്കിൽ എനിക്കിത് സാധിക്കുമോ? അതുകൊണ്ട് ഈ ചിത്രഗുപ്തൻ ഈ ജോലിക്ക് ഇനി ഒട്ടും യോഗ്യനല്ല. അവന് സൂക്ഷ്മ ബുദ്ധിയില്ല. അയാളുടെ ഈ ഉത്തരത്തിൽ എല്ലാവർക്കും വലിയ സന്തോഷം തോന്നി. അതുകൊണ്ട് അവനൊരു വരം കൊടുക്കാം എന്ന് പരമശിവൻ പറഞ്ഞു. എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ 3:45 നാഴിക നേരത്തിന് യമൻ്റെ സ്ഥാനം എനിക്ക് കിട്ടണം എന്ന് അവൻ അറിയിച്ചു. ആ അഭിപ്രായം ഇച്ചിരി കടന്നു പോയെങ്കിലും ചോദിച്ചതല്ലേ, കൊടുത്തല്ലേ തീരൂ. അങ്ങനെ 3:45 നാഴിക നേരത്തേക്ക് ഈ ചൂതൻ യമൻ്റെ സ്ഥാനത്തിന് അർഹനായി. ഉടൻ തന്നെ യമൻ്റെ വകയായ കാളീജി എന്ന കൊട്ടാരത്തിലേക്ക് ഈ ചൂതൻ പോയി. വിചാരഭൂ എന്നു പേരുള്ളൊരു സിംഹാസനത്തിലാണ് ഈ യമൻ ഇരിക്കുന്നത്. അതിൽ കയറി ഈ ചൂതൻ ഇരുന്നു. എന്നിട്ട് ചിത്രഗുപ്തനെ വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഭൂമിയിൽ എൻ്റെ ആയുസ് എത്ര കൂടി ബാക്കിയുണ്ട്, എൻ്റെ ആയുസിൻ്റെ കണക്ക് എന്താണ് എന്ന് ഉടൻ തന്നെ വായിച്ചു തരണം. ചിത്രഗുപ്തൻ ഉടൻ തന്നെ തൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിൻ്റെ ആയുസ് ഇന്നുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു. നിൻ്റെ മരണം ഇന്നാണ്. ഇനി മുതൽ നീ ഇവിടെയാണ് താമസിക്കേണ്ടത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ യമൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്, ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. അതുകൊണ്ട് ഉടൻ തന്നെ ആ പുസ്തകം തിരുത്തിയിട്ട് അതിലൊരു 100 വയസ്സും കൂടി ചേർത്ത് എഴുതണം. ചിത്രഗുപ്തൻ ആദ്യം ഇതൊന്നും സമ്മതിച്ചില്ലെങ്കിലും യമരാജാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ ചൂതൻ പറയുന്നത് അനുസരിക്കാതെ നിവർത്തിയില്ലല്ലോ. അതുകൊണ്ട് ചിത്രഗുപ്തൻ കണക്ക് തിരുത്തി ചൂതൻ്റെ ആയുസ് 100 വർഷം കൂടെ കൂട്ടി. താൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഉപദ്രവിച്ച യമന് ഒരു ശിക്ഷ കൊടുക്കണമെന്ന് ചൂതൻ വിചാരിച്ചു. അതുകൊണ്ട് ഉടൻ തന്നെ കിങ്കരന്മാരെ വിളിച്ച് യമനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കുറച്ചു നേരം മുമ്പ് വരെ തങ്ങളുടെ യജമാനായിരുന്ന യമനെ പിടിക്കാൻ കിങ്കരന്മാർ തയ്യാറായില്ല. അവർ ചൂതനെ അനുസരിച്ചില്ല. അതുകൊണ്ട് അവനൊരു 4 കൊമ്പൻ ആനയെ വിളിച്ചിട്ട് ആനയോട് പറഞ്ഞു, യമനെ പോയി പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആന യമനെ പിടിക്കാൻ വേണ്ടിയിട്ട് യമൻ്റെ പിന്നാലെ ഓടി. അപ്പോൾ യമനോടി കൈലാസത്തിലെത്തി. അദ്ദേഹം യമന് അഭയം കൊടുത്തു. എന്നിട്ട് ചൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്യുന്നത് അനീതിയാണ്. അപ്പോൾ ചൂതൻ പറഞ്ഞു, ശരി തമ്പുരാനെ, ഇപ്പോൾ എൻ്റെ 3:45 നാഴിക സമയം അവസാനിച്ചു. ഞാൻ ഭൂമിയിൽ പോയി ജീവിച്ചോളാം. അവൻ്റെ സാമർഥ്യത്തിൽ ഭഗവാന് വളരെയധികം അത്ഭുതവും സന്തോഷവും തോന്നി. അദ്ദേഹം അവനെ അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് തിരിച്ചയച്ചു. അവൻ ഭൂമിയിൽ തിരിച്ചു വന്ന് തൻ്റെ 3 ഭാര്യമാരുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ ചൂതൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.